ആയുർവേദത്തിലെ നമ്പർ 1 ചികിത്സകളിലൊന്നാണ് നാഡീ ചികിത്സ. നമ്മുടെ നാഡി പിടിച്ചു നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ അസുഖമുണ്ടെന്ന് പറയാം. അത് എത്രത്തോളം വിജയകരമാണ്, കേരളത്തിൽ എത്ര പേർ എത്ര അഗാധ പാണ്ഡിത്യം നേടിയവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അഗാധമായിട്ട് സംസാരിക്കാനും അറിയാനും കഴിവുള്ള ഒരു വ്യക്തി എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടോളൂ. നാഡീ ചികിത്സയിൽ നമുക്ക് ഓൾമോസ്റ്റ് വലിയ അസുഖങ്ങളെയും ചെറിയ അസുഖങ്ങളെയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അങ്ങനെ ഈസിയാണോ? ആതുരതന്ത്രം അഥവാ ആയുർവേദത്തിൽ രോഗം എന്തെന്ന് മനസ്സിലാക്കുന്നതിനുള്ള 8 മാർഗങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് നാഡിയാണ്. ഇത് നാഡി, മൂത്രം, മലം, ജിഹ്വ, ശബ്ദം, സ്പർശം, ദൃക്ക്, ആകൃതി. ഇതാണ് 8 അഷ്ടസ്ഥാന പരീക്ഷണങ്ങൾ എന്ന് പറയും. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആദ്യം കൊടുക്കുക. അതാണ് നാഡി എന്ന് പറഞ്ഞത്. ഈ നാഡി എന്ന വാക്കിന് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം നാളി എന്നാണ്. നാളി, കുഴൽ എന്നർത്ഥമുണ്ട്. ഇത് നോക്കേണ്ട ഒരു സമയമുണ്ട്. രാവിലെ ഒരു 7 മണി 6:45 മുമ്പായിട്ട് മലമൂത്രത്യാഗങ്ങളൊക്കെ ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അയാൾ എന്നാൽ കുളിക്കരുത്, എണ്ണതേപ്പോ കുളി ഉണ്ടാവരുത്, ആഹാരം കഴിക്കരുത്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നാഡി പൾസ് വേറെ രീതിയിലായിരിക്കും ഡൈജഷൻ നടക്കുമ്പോൾ. പിന്നെ പ്രശ്നം കൂടും, സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവും, കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ബ്ലോക്കുള്ള ആൾക്കാരൊക്കെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് നാഡീ ചികിത്സയിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് അവർക്ക് എല്ലായിടത്തും നോക്കണം, അതുപോലെ എത്ര സ്ഥലത്ത് നോക്കണം? ഒന്ന് ആളുടെ ഏജ്, ഈ രോഗം അയാൾക്ക് വന്നിട്ട് എത്ര നാളായി, പിന്നെ ആളുടെ ഫാറ്റി ആണോ, പിന്നെ അത് ലീൻ ആണോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നോക്കാറുള്ളത്. മറ്റ് രോഗങ്ങൾ അയാൾക്കുണ്ടോ, അതിനാണ് പ്രധാന രോഗം ഉപദ്രവ രോഗം എന്ന് പറയും. ഇപ്പോൾ ഒരാൾക്കൊരു പനി വന്നു, പനി കഴിയുമ്പോൾ തലവേദന വന്നു, ചുമ വന്നു, ദേഹത്ത് വേദന വന്നു, വയറിളക്കം വന്നു, ഇതതിൻ്റെ ഉപദ്രവ രോഗങ്ങളാണ്. പ്രധാന രോഗം പനിയാണ്. അപ്പോൾ ഇയാൾക്ക് ഹാർട്ട് രോഗം എന്ന് വന്നത് ഏതെങ്കിലും ഹാർട്ട് രോഗം പ്രധാനമായിട്ട് വന്നാണോ, പിന്നെ എന്തെങ്കിലും രോഗമുണ്ടോ, ഉപദ്രവ രോഗങ്ങളുണ്ടോ? ഇനി നേരെ തിരിച്ചും വേറെ എന്തെങ്കിലും രോഗം വന്നതിന് ശേഷം പിന്നെ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടായതാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാർട്ട് രോഗം ഉപദ്രവ രോഗമായി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഏതൊക്കെ സ്ഥാനങ്ങൾ നോക്കണം എന്നതിനെക്കുറിച്ച്. ഓൾമോസ്റ്റ് എല്ലാ അസുഖവും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഞാൻ പറഞ്ഞ 8 സ്ഥാന പരീക്ഷണങ്ങളുണ്ടല്ലോ, ഈ 8 എണ്ണം മാത്രം നോക്കിയായിരുന്നു പഴയ പ്രാചീന വൈദ്യശാസ്ത്ര ശാഖയിൽ രോഗം ഏതെന്ന് നിശ്ചയിച്ചിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നാഡിയാണ്. ഏറ്റവും പ്രാധാന്യമുള്ള, അതുകൊണ്ടാണ് ഏറ്റവും പ്രാധാന്യമുള്ള ആദ്യവും പറഞ്ഞത്. ഇപ്പോൾ കൊട്ടൻ ചുക്കാതി എന്ന് പറഞ്ഞാൽ കൊട്ടവും ചുക്കും മാത്രമല്ല വേറെയും സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത് 2 എണ്ണമാണ്, കൊട്ടവും ചുക്കുമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നാഡിയാണ്. അതുകൊണ്ടാണ് നാഡീ ചികിത്സ ആദ്യം വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ തമിഴിലുമുണ്ട്, ആയുർവേദത്തിലുമുണ്ട്. നിങ്ങളൊരു ഗ്രന്ഥം, നിങ്ങളേത് പുസ്തകം? ഞാൻ ഒരു ബുക്ക് നാഡീ ചികിത്സയിലെ കണാദ നാഡി എന്ന് പറഞ്ഞ വ്യാഖ്യാനിച്ചിരുന്നു. അതൊരു 20 കൊല്ലം മുമ്പ് വ്യാഖ്യാനിച്ചാണ്. പണ്ട് കളരി പഠിക്കാൻ വാസുഗുരുക്കളുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അങ്ങനെ പോയിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞൊന്നും ആക്കാൻ പറഞ്ഞു, അങ്ങനെ അതാക്കിയതാണ്. ഇന്നിപ്പോൾ അത് ഫിസിഷ്യൻ മാഗസിനിലൂടെ ഖണ്ഡശയായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞു വന്നു രാവണ നാഡി ഇങ്ങോട്ട് എഴുതണമെന്ന്. അപ്പോൾ അതും എഴുതി കൊടുത്തിട്ടുണ്ട്. നാഡി നോക്കുമ്പോൾ പറയും, ഒന്ന് സ്വസ്ഥ നാഡി, ആരോഗ്യമുള്ളവൻ്റെ നാഡി, പിന്നെ 2 രോഗനാഡി, രോഗമുള്ളവൻ്റെ നാഡി, അത് 2ഉം പറയാം. പിന്നെ ഉണ്ട് മൃത്യുനാഡി, മരിക്കാൻ പോകുന്നവൻ്റെ നാഡി, ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരിക്കും എന്ന് പറയും. അത് പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണകാലത്ത് അടുത്ത് എനിക്ക് നോക്കിയിട്ടുണ്ട്. അച്ഛൻ തന്നെ പഠിപ്പിച്ചു തന്ന സാധനങ്ങൾ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് അറിയാൻ പറ്റി. പക്ഷെ നമുക്ക് മനസ്സുകൊണ്ടത് അംഗീകരിക്കാൻ പറ്റിയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ അതൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നു. അത് നാഡി ഏറ്റവും നേർത്ത് വരിക, പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. നാഡി സാധാരണ ഒരു അടിക്കുന്ന ഒരു വ്രതമുണ്ട്, അതിൽ നിന്ന് കുറഞ്ഞിട്ട് നൂല് പോലെയാവുക. ഈ നൂല് പോലെയാവുക എന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് വായിക്കുമ്പോൾ ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ വേറൊന്നുണ്ട്, ഒരു തമിഴ് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നമ്മൾ മാലയിൽ മുത്തുകൾ കോർത്തിട്ട് അകലത്തിൽ കോർത്തിട്ട് അതിന് മുകളിലോട്ടൊരു വസ്ത്രം ഇട്ടിട്ട് മൂടിയിട്ട് അതിന് മുകളിൽ നമ്മൾ വിരൽ വെച്ചിട്ട് ഇത് പതുക്കെ ഈ താഴെ ഇരിക്കുന്ന ആ സൂത്രത്തെ, ആ നൂലിനെ വലിച്ചു കഴിഞ്ഞാൽ വിരലിനടിയിലൂടെ ആ കട്ട ഇങ്ങനെ മാറി മാറിപ്പോന്ന് അറിയുമല്ലോ. ഇതേപോലെ ഒരു നേർത്ത ഒരു അനുഭവം നമ്മൾ നാഡി നോക്കുമ്പോൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇത് ഗ്രന്ഥത്തിൽ വായിച്ചാൽ മനസ്സിലാവില്ല, പക്ഷേ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഒരാൾ മരിക്കാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ന ലക്ഷണങ്ങളായിരിക്കും എന്ന് പറയും. അപ്പോൾ ചില അവസ്ഥയിൽ പറയരുത് എന്ന് ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണെന്ന്. അത് രാവണ നാഡിയുടെ അവസാനത്തെ ഒരു ശ്ലോകമുണ്ട്, 96ാമത്തെ ശ്ലോകം. 96 ശ്ലോകമാണുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, മൃത്യുൻമുഖാം ധരാം ജ്ഞാത്വ ന ചികിത്സേത് ഗദാതുരം. അതായത് ഒരാളുടെ നാഡി മരണത്തിന് അഭിമുഖമായി പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാളെ നമുക്ക് ഔഷധങ്ങൾ കൊടുക്കരുത്. പിന്നെന്തോ രാമനാമ ഔഷധം പരം എന്ന് വെച്ചാൽ ഈശ്വര പ്രാർത്ഥന എന്തെങ്കിലും ചെയ്യുക, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൈൻഡ് അങ്ങനെയാക്കുക, ചികിത്സിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് 96ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കൊണ്ടും ആവാം പറയാതിരിക്കുന്നത്, അങ്ങനെയും ആവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാഡീ ചികിത്സ ആയുർവേദത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഷ്ടസ്ഥാന പരീക്ഷണങ്ങളിൽ ആദ്യം പറയുന്നതാണ് നാഡീ ചികിത്സ. ഇതുപോലെ തന്നെ തമിഴിൽ വേറൊന്നുണ്ട്, ഈ
അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ല, കുറച്ച് മുമ്പ് വരുന്നത് വെച്ചാൽ ഈ ചരട് കയ്യിൽ കെട്ടിയിട്ട് ചൂടാമണി കയറസൂത്രം എന്നാണ് ഇതിൻ്റെ തമിഴ് ശാസ്ത്രം. ഗുരുനാടിയിൽ വരുന്നതാണ്. ഗുരുനാടിൻ്റെ 18 സിദ്ധന്മാരുടെ നാഡീഗ്രന്ഥങ്ങളെല്ലാം സമാഹരിച്ചതാണ് ഗുരുനാടി, തമിഴിലാണ്. ആ ഗുരുനാടിയുടെ ഒരു ഭാഗത്ത് ഈ ചൂടാമണി കയറസൂത്രം എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു ഭാഗത്ത് പഴയ കാലഘട്ടത്തിൽ വൈദ്യന്മാർ അതിൽ വളരെ പ്രസിദ്ധരായിരുന്നു. എന്ന് വെച്ചാൽ നാടി നോക്കിയിട്ട് കൃത്യമായിട്ട് മരണം പറയുന്ന വൈദ്യന്മാരുണ്ടായിരുന്നു. ഒ എൻ വി കുറുപ്പിൻ്റെ അമ്മാവൻ അങ്ങനെ ഒരാളായിരുന്നു, കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വൈദ്യന്മാരെ പലരെയും എനിക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കി കൃത്യമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചൂടാമണി കയറസൂത്രം വെച്ചാൽ കയ്യിലൊരു ചരട് കെട്ടിയിട്ട്, അത് വളരെ സ്കിൽഡായിരിക്കണം. ആ ചരട് ഒരു ചുവന്ന ചരടാണ്. ആ ചരട് അകലേക്ക് പിടിച്ചിട്ട് ആ ചരടിലുണ്ടാകുന്ന സ്പന്ദനത്തെ അറിയാൻ കഴിയാൻ വൈദ്യന് കഴിയണം. അത് നോക്കിയിട്ട് രോഗി മരിക്കുമോ ജീവിക്കുമോ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പഠിച്ച വിദ്യ കൊണ്ട് ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെയും തന്നെയും പഠിക്കുക. ഇപ്പോഴും പല ഗുരുക്കളുടെയും കീഴിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആയുർവേദത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയെടുക്കുക ഇപ്പോൾ ഉണ്ട് അദ്ദേഹത്തിന് നല്ലപോലെ. മാത്രമല്ല എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ തലയിൽ ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. അത് എത്രമാത്രം ശരിയാണ്, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണോ. അപ്പോൾ ഇതിനെല്ലാം അദ്ദേഹം കൃത്യമായ രീതിയിൽ തൻ്റേതായ ശൈലിയിലൊക്കെ പഠനം നടത്തുകയും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ യാത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ ശിവപ്രസാദ് തീക്കോയിലുണ്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ വന്ന് കാണുക. നിങ്ങളുടെ നാടി പിടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അസുഖം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വലിയ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ടെൻഷനൊക്കെ അടിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ നല്ലത്. നാടി പിടിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുക. ചെറിയൊരു കാര്യമല്ല. നാടി രാവിലെയാണ് നോക്കേണ്ടത്. അത് ഉദിച്ചു കഴിഞ്ഞ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനകത്ത് വേണം നോക്കാൻ. അത് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ക്ലാരിറ്റി കുറയും. അപ്പോൾ രാവിലെ ഒരു 9 മണിക്കുള്ളിൽ, 9 മണിക്ക് വേണ്ട, അതിന് മുമ്പ് തന്നെ 7 മണിക്ക് മുമ്പ് തന്നെ, രാവിലെ 7 മണിക്ക് മുമ്പ് നാടി നോക്കണം. അപ്പോൾ കേരളത്തിൽ പണ്ടൊരു, അതായത് തിരുവിതാംകൂർ ഭാഗത്തും അതുപോലെ ഈ കൊച്ചി ഭാഗത്തും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നാഡീ വിദഗ്ധന്മാരായ പല ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശിഷ്യന്മാരെ ഇത് ഓരോ വലിയ വലിയ വീടുകളിൽ അവർ വിളിക്കും. രാവിലെ വന്ന് നാടി നോക്കണം, പൾസ് നോക്കണം എന്നിപ്പോൾ പറയില്ലേ, എന്നതുപോലെ വന്ന് രാവിലെ വന്ന് നാടി നോക്കുക. അപ്പം നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ശിഷ്യന് സംശയം വന്നു കഴിഞ്ഞാൽ ഗുരുവിനെ ഇന്നാണെ വിളിച്ച് പറയും, അന്ന് പോയി പറയും ഇന്ന അദ്ദേഹത്തിന് ഇങ്ങനെ കുഴപ്പം കാണുന്നുണ്ട്, ആണോ എന്നാൽ അദ്ദേഹം വന്ന് നോക്കും. നോക്കി കഴിയുമ്പോൾ സംഭവം ശരിയാണ്, ഇന്ന മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനും ഇന്ന രോഗം വരുന്നതിനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ നേരത്തെ പറയും. ഇന്നത് വരാനുള്ള 6 മാസം അല്ലെങ്കിൽ 3 മാസം. അവരുടെ ആ കൃത്യത, അനുഭവത്തിൽ നിന്ന് കാച്ചിക്കുറുക്കി വരുന്ന മറുപടികൾ വളരെ കറക്റ്റാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ഒരു സമൂഹം ഭാരതത്തിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു, ദക്ഷിണേന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ മട്ടാഞ്ചേരി ഭാഗത്താണ് അവിടെ ഉള്ളത്. അപ്പോൾ നാഡി ചികിത്സ ചെറുതല്ല, അതിൻ്റെ ലെവല് വേറെയാണ്. നിങ്ങൾ വെറുതെ BP നോക്കുക എന്നുള്ളതല്ല നാഡി ചികിത്സ, അതല്ല. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ കൈ പിടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അസുഖം എന്താണെന്ന് പറയും, നിങ്ങളുടെ ശരീരത്തിൽ എന്താ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് 100ഓളം ടെസ്റ്റ് ചെയ്ത് പൈസ ഒന്നും മുടക്കണ്ട. അപ്പോൾ ഡോക്ടർ ശിവപ്രസാദ് ഇവിടെ ഉണ്ട്, ആയുർവേദാചാര്യനായ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ഡോക്ടർ ശിവപ്രസാദ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അസുഖങ്ങളെ നാടി പിടിച്ച് നോക്കി എന്താണെന്ന് അദ്ദേഹം പറയും. അപ്പോൾ അതൊരു ചെറിയൊരു കാര്യമല്ല, കാരണം ടെൻഷനൊക്കെ കളഞ്ഞിട്ട് ഫ്രീ ആയിട്ട് രാവിലെ 7 മണിക്ക് മുമ്പ് വരിക, നിങ്ങളുടെ നാടി പിടിച്ച് കൃത്യ അസുഖം പറയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് കാണാൻ പറയും. മനസ്സിലായി.